എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം വീണ തൈക്കണ്ടിലിനോട് ഒരു കാര്യം പറയട്ടെ. ഇന്ന് പിണറായിയെ വേട്ടയാടാൻ ഇഡി എത്തിയെന്ന വാർത്ത കേട്ട് എന്തിനും തയ്യാറായി തെരുവിലിറങ്ങിയ 10,000-കണക്കിന് പാർട്ടി സഖാക്കൾ ഉണ്ടല്ലോ. ശശിധരൻ കർത്തായുടെ കമ്പനിയിൽ നിന്ന് റീടൈനർഷിപ്പ് വ്യവസ്ഥയിൽ പണം വാങ്ങാൻ ഒരുങ്ങും മുമ്പ് ആ സഖാക്കളുടെ മുഖം ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു. എന്തിനാണ് പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ഇത്ര ധൃതി പിടിച്ച് രാവിലെ ഇഡി ഇന്ന് റെയ്ഡ് നടത്തിയത്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രജിസ്റ്റർ ചെയ്ത ഒരു തട്ടിപ്പ് കേസാണ് ഇഡി അന്വേഷിക്കുന്നത്. CMRL എന്ന കമ്പനിയിൽ നിന്ന് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിൽ 1,72,00,000 രൂപ ഒരു സേവനവും നൽകാതെ ആ കമ്പനിയിൽ നിന്ന് പ്രതിഫലമായി കൈപ്പറ്റിയെന്നും ആ പണം മണി ലോണ്ടറിംഗ് കേസിന്റെ പരിധിയിൽ വരുമെന്നുമാണ് കേസ്. എന്നാൽ SFIOയുടെ ചാർജ് ഷീറ്റിന്മേൽ അന്വേഷണം നടത്തുന്നത് ദില്ലി ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും സ്റ്റേ ചെയ്തിട്ടുണ്ട്. 2026 ജൂലൈ 3 വരെയാണ് കേരള ഹൈക്കോടതിയുടെ സ്റ്റേ. 2026 മെയ് 22-ന് ജസ്റ്റിസ് G. ഗിരീഷാണ് ഈ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസ് തീർപ്പാകും വരെ ഒരു നടപടിയും പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനൂപ് ജയറാം ബാംബാനി ഉത്തരവിട്ടത് 2026 ഏപ്രിൽ 23-ന്. ഈ രണ്ട് ഹൈക്കോടതികളുടെ സ്റ്റേ ഉത്തരവിന് പുല്ലുവില നൽകി പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ഇഡി നടത്തിയ റെയ്ഡ് മാമാങ്കത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ആ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ തന്നെ ഇഡിയുടെ തുടലുകൾ ആരുടെ കയ്യിലാണ് എന്ന് ബോധ്യമാകും. ഇത്തരം നിയമവിരുദ്ധ വേട്ടയാടലുകൾ നടക്കുമ്പോൾ, ഭരണകൂടത്തിന്റെ അനീതി വ്യക്തിക്ക് മേൽ പതിക്കുമ്പോൾ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യർ കീഴടങ്ങാൻ മനസ്സില്ലെന്ന് മുഷ്ടി ചുരുട്ടും. ഈ അനീതിക്കെതിരെ ഇന്ന് നാം പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നാം ഇതുപോലൊരു അനീതിക്ക് ഇരയാകുമ്പോൾ പ്രതിരോധിക്കാൻ, പ്രതിഷേധിക്കാൻ, പ്രതികരിക്കാൻ ആരും ഉണ്ടാകില്ലെന്ന തിരിച്ചറിവാണ് ഈ പ്രതിഷേധത്തിന് കാരണം. കേരളമെമ്പാടും ഇന്ന് ആ പ്രതിഷേധം ഇരമ്പുകയാണ്. സത്യത്തിൽ ഇത് എന്തൊരു കേസാണ്? തീർച്ചയായും ഈ കേസിന് ആധാരമായ സാമ്പത്തിക ഇടപാടിന് ഒരു ധാർമ്മിക വശമുണ്ട്. ആ ധാർമ്മിക വശം മുൻനിർത്തി ജനകീയ കോടതി ഈ കേസിൽ വിധിയും പറഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFനേറ്റ കനത്ത പരാജയത്തിന് ഈ സാമ്പത്തിക ഇടപാടും ഒരു പ്രധാന കാരണമാണ്. അതിനപ്പുറം ഈ കേസിൽ ഇഡിക്കും കോടതിക്കും ഇടപെടാൻ എന്തുണ്ട്? ശശിധരൻ കർത്തായുടെ CMRL എന്ന കമ്പനി വീണ തൈക്കണ്ടിയിലുമായും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനിയുമായും ഓരോ കരാറുണ്ടാക്കുന്നു. CMRL കമ്പനിയുടെ IT മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി വീണ തൈക്കണ്ടിയിലിന്റെ സേവനം 2017 ജനുവരി 1 മുതൽ റീറ്റൈനർഷിപ്പ് വ്യവസ്ഥയിൽ ഉപയോഗിക്കുമെന്നായിരുന്നു ഒരു കരാർ. എന്താണ് ഈ റീറ്റൈനർഷിപ്പ് എന്ന് പറഞ്ഞാൽ? Retainership is a business arrangement where a client pays a retainer fee in advance to secure the services of a professional. എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണലിന്റെ സേവനം ഉറപ്പിക്കുന്നതിന് മുൻകൂറായി ക്ലയന്റ് ഫീസ് കൊടുക്കുന്ന, പ്രതിഫലം കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ റീറ്റൈനർഷിപ്പ് ബേസിസ് എന്ന് പറയുന്നത്. അത് ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരു പ്രൊഫഷണൽ സേവനമാണ്. സേവനം പ്രൊഫഷണൽ നൽകിയാലും ഇല്ലെങ്കിലും കരാർ പ്രകാരം പറഞ്ഞുറപ്പിച്ച തുക പ്രൊഫഷണലിന് കമ്പനി ക്ലയന്റ് നൽകും. ഈ കരാർ പ്രകാരം പ്രൊഫഷണലിന് പ്രതിഫലം നൽകിയെങ്കിൽ സേവനം കിട്ടി എന്നാണ് അർത്ഥം. അതല്ലാതെ വേറൊരു വ്യാഖ്യാനവും നിയമപരമായി നിലനിൽക്കുകയില്ല. ഇങ്ങനെ റീറ്റൈനർഷിപ്പ് വ്യവസ്ഥയിലാണ് വീണ തൈക്കണ്ടിയിൽ CMRLൽ നിന്ന് പ്രതിഫലം വാങ്ങിയത്. ആ പ്രതിഫലം നിയമപരമായ ഒരു കരാറിന്റെ ഭാഗമായി വാങ്ങിയ പ്രതിഫലം, ഒരു സേവനത്തിന്റെ പ്രതിഫലം എങ്ങനെയാണ് കള്ളപ്പണമാവുക? ആ പ്രതിഫലത്തിന് നിയമാനുസൃതമുള്ള എല്ലാ നികുതിയും ഒടുക്കിയ സാഹചര്യത്തിൽ ഒരു കമ്പനി ഒരു ലീഗൽ കൺസൾട്ടന്റിനെ റീറ്റൈനർഷിപ്പ് വ്യവസ്ഥയിൽ നിയമിച്ചു എന്നിരിക്കട്ടെ. കമ്പനിക്ക് കേസൊന്നും വന്നില്ലെങ്കിലും അയാൾക്ക് പ്രതിഫലം കൊടുത്തേ മതിയാകൂ. അതാണ് ആ കോൺട്രാക്ടിന്റെ സവിശേഷത. അങ്ങനെ ചുമതലപ്പെട്ട ഒരു ലീഗൽ കൺസൾട്ടന്റ് എല്ലാ ദിവസവും വൈകുന്നേരം കമ്പനിയിൽ വിളിച്ച് ഇന്ന് കേസുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. കമ്പനി എപ്പോഴാണോ കൺസൾട്ടന്റിനെ സേവനത്തിന് സമീപിക്കുന്നത് അപ്പോൾ സേവനം കൊടുത്താൽ മതി. അതുപോലെ വീണ തൈക്കണ്ടിയിലിനെ IT കൺസൾട്ടന്റായി CMRL നിയമിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാ ദിവസവും രാവിലെ അവിടെ ചെന്ന് ഇന്നെന്തെങ്കിലും സേവനം വേണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ആ കൺസൾട്ടന്റ് തരേണ്ട സേവനങ്ങൾ എന്തെന്ന് നിർവചിക്കേണ്ടതും അത് എപ്പോൾ വേണമെന്ന് തീരുമാനിക്കേണ്ടതും ഈ പ്രതിഫലം കൊടുക്കുന്ന കമ്പനിയാണ്. ആ പ്രതിഫലം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ സേവനം കമ്പനിക്ക് തൃപ്തികരമായിരുന്നു എന്ന് തന്നെയാണ്. 2014 സെപ്റ്റംബർ 19-നാണ് വീണ തൈക്കണ്ടിയിൽ എക്സാലോജിക് സൊല്യൂഷൻ എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തത്. ശശിധരൻ കർത്തായുമായി കരാറുണ്ടാക്കുന്നത് 2016-ലും 2017-ലുമാണ്. അതായത് കർത്തയിൽ നിന്ന് പണം വാങ്ങുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് സ്ഥാപനമല്ല എക്സാലോജിക് സൊല്യൂഷൻ. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. 2019-ലാണ് CMRLൽ
ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് ഉണ്ടായത്. അത് വളരെ വിചിത്രമായ ഒരു റെയ്ഡായിരുന്നു. സാധാരണ നടക്കുന്ന റെയ്ഡ് പോലെയോ പരിശോധന പോലെയോ ആയിരുന്നില്ല അത്. ജോലി ചെയ്തതിനും പലതരം സേവനങ്ങൾ നൽകിയതിനുമൊക്കെ കമ്പനികൾ പലർക്കും പ്രതിഫലം നൽകും. അതിന്റെയൊക്കെ കണക്കും കമ്പനിയിൽ ഉണ്ടാകും. പക്ഷെ ഓരോരുത്തരും എന്ത് ജോലിയാണ് ചെയ്തത്, എത്ര സമയം ജോലി ചെയ്തു, എത്ര ദിവസം അവർ ഓഫീസിൽ വന്നു എന്നൊന്നും സാധാരണഗതിയിൽ ഇൻകം ടാക്സുകാർ പരിശോധിക്കാറില്ല. അവർക്ക് അതിന്റെ കാര്യമില്ല, നിയമം അങ്ങനെ അനുശാസിക്കുന്നുമില്ല. പക്ഷെ CMRL നടന്നത് അങ്ങനെയല്ല. ആ കമ്പനി ഒരുപാട് കൺസൾട്ടന്റുമാരെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ വീണ തൈക്കണ്ടിയിൽ എന്ന പേര് മാത്രം ഉദ്യോഗസ്ഥർ തിരഞ്ഞുപിടിക്കുന്നു. അവരെന്ത് സേവനമാണ് ചെയ്തത്, എത്ര ദിവസം ഓഫീസിൽ വന്നിട്ടുണ്ട്, ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് നൽകിയതെന്ന് ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാരിൽ നിന്ന് വരെ മൊഴിയെടുക്കുന്നു. ഒരു സേവനവും അവർ നൽകിയില്ലെന്നായിരുന്നത്രേ എല്ലാവരുടെയും മൊഴികൾ. ഈ മൊഴികളെല്ലാം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ അതുപോലെ ഉദ്ധരിക്കപ്പെടുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളായിരുന്നു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെങ്കിൽ ആ ജീവനക്കാരോട് ചില തുടർ ചോദ്യങ്ങൾ ചോദിക്കില്ലേ? ഒരു സേവനവും വീണ തൈക്കണ്ടിയിൽ തന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ പണം നൽകിയത്? അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ? ഒരു സേവനവും നൽകിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കരാർ അവസാനിപ്പിക്കാത്തത്? പ്രധാനമായും ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് CMRLന്റെ MD ആണ്. എന്തുകൊണ്ടാണ് സേവനം നൽകാതെ നിങ്ങൾ ഇവർക്ക് പണം നൽകിയത് എന്ന ചോദ്യത്തിന് ആ കമ്പനിയുടെ MD നൽകുന്ന ഉത്തരമാണ് ഈ നടന്നത് തട്ടിപ്പാണോ അഴിമതിയാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി മാറുന്നത്. ഭീഷണിക്കോ പ്രലോഭനത്തിനോ സമ്മർദ്ദത്തിനോ വഴങ്ങി താൻ ഈ കരാറിൽ ഏർപ്പെടാൻ നിർബന്ധിതനാവുകയായിരുന്നു എന്ന് ആ MD പറഞ്ഞാൽ തീർച്ചയായും ഇതിലൊരു കേസുണ്ട്. മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് താൻ പണം നൽകിയത് എന്ന് ആ MD പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിലൊരു കേസുണ്ട്. പക്ഷെ ഈ കേസിൽ അങ്ങനെ ഒരു ചോദ്യവുമില്ല, ഉത്തരവുമില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ 622 ഖണ്ഡികയാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എക്സാലോജിക്കിൽ നിന്ന് കരാർ പ്രകാരമുള്ള സേവനങ്ങൾ ലഭിച്ചുവെന്നും TDS കഴിച്ച് നിയമാനുസൃതമായ പ്രതിഫലമാണ് തങ്ങൾ നൽകിയതെന്നും ഈ പാരഗ്രാഫിൽ കമ്പനി വാദിക്കുന്നു. വെറും മൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനങ്ങളെന്നും അത് തെളിയിക്കാൻ മറ്റു തെളിവുകളൊന്നും അവരുടെ പക്കലില്ലെന്നും ഈ അഫിഡവിറ്റിൽ കമ്പനി വാദിക്കുന്നു. റിട്രാക്ഷൻ അഫിഡവിറ്റ് എന്നാണ് ഇതിനെ പറയുക. ഈ അഫിഡവിറ്റ് ദുരൂഹമായ കാരണങ്ങളാൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തള്ളിക്കളഞ്ഞു. ഇവിടെ ഗുരുതരമായ ഒരു നിയമപ്രശ്നവും ഒരു ധാർമ്മിക പ്രശ്നവുമുണ്ട്. ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അങ്ങനെ ഒരു സംവിധാനം വിധി പറയുമ്പോൾ ആ വിധി പൂർണ്ണമായും നീതിയുക്തമായിരിക്കണം. ഇവിടെ കരാർ പ്രകാരമുള്ള ഒരു സേവനവും വീണ ടി CMRLന് നൽകിയില്ല എന്നാണ് കമ്പനി ജീവനക്കാരുടെയും MDയുടെയും മൊഴി. വീണ ടിയുടെ ഭാഗം കേൾക്കാതെ ഒരു നീതിന്യായ സംവിധാനത്തിന് ഈ ആരോപണത്തിന്മേൽ വിധി പറയാനാവില്ല. എന്നാൽ അവരെ വിളിച്ചു വരുത്താനോ ചോദ്യം ചെയ്യാനോ വിവരം ശേഖരിക്കാനോ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് ഒരു അധികാരവുമില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയും അവരുടെ നിയമത്തിലില്ല. അപ്പോൾ വീണയുടെ ഭാഗം കേൾക്കാതെ ആ പരാമർശങ്ങൾ, ആ മൊഴികൾ ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ കടന്നുകൂടിയത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്, നീതിക്ക് നിരക്കുന്നതല്ല. ഇതൊക്കെ വിചിത്രമായ ഏർപ്പാടുകളാണ്. പക്ഷേ പിണറായി വിജയനെതിരെയാണെങ്കിൽ നീതിക്ക് നിരക്കാത്ത നിയമവിരുദ്ധമായ ഏത് ഏർപ്പാടുകളും സാധൂകരിക്കപ്പെടും. അതാണ് സ്ഥിതി. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉയർന്നു വരുന്നുണ്ട്. വീണ തൈക്കണ്ടിയിലിന് കരാർ പ്രകാരം CMRL പണം കൊടുത്തത്, പ്രതിഫലം കൊടുത്തത് കമ്പനി നിയമപ്രകാരം തട്ടിപ്പാണെന്നാണ് ആരോപണം. വീണ തൈക്കണ്ടിയിലിന് നൽകിയ പ്രതിഫലം കമ്പനിക്കുണ്ടായ നഷ്ടമാണത്രേ. ശരി, ആ കമ്പനിയിൽ നിന്ന് പണം പറ്റിയ വേറെ ആളുകളുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, VK ഇബ്രാഹിം കുഞ്ഞുണ്ട്. ഇവരിൽ പലരും തങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് പരസ്യമായി സമ്മതിച്ചവരുമാണ്. അവരൊന്നും ഈ കമ്പനിയുമായി ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല. ആ പണം കമ്പനിക്കുണ്ടായ നഷ്ടമാണെന്ന് ഇൻകം ടാക്സുകാർക്കും CFIOയ്ക്കും ഒരു ആരോപണവുമില്ല. ഈ കമ്പനിയിൽ നിന്ന് ഒരു കരാറുമില്ലാതെ ഇങ്ങനെ പണം വാങ്ങിയ ഇനിയും 50-ലേറെ പേരുടെ വിവരങ്ങൾ പുറത്തു വരാനുണ്ടത്രേ. അവരിൽ വൻ തോക്കുകളും ഉണ്ടെന്നാണ് കരക്കമ്പി. ഇവരൊക്കെ എന്ത് സേവനം നൽകിയിട്ടാണ് ഈ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയത്? അങ്ങനെ അവർ കൈപ്പറ്റിയ പണം കമ്പനിക്കുണ്ടായ നഷ്ടമായി കണക്കാക്കി എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്നില്ല? അതൊന്നും ചെയ്യാതെയാണ് റീറ്റെയിനർഷിപ്പ് വ്യവസ്ഥ പ്രകാരം ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് വീണ തൈക്കണ്ടിയിൽ ഈ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയ പ്രതിഫലം കള്ളപ്പണമാണെന്ന വാദവുമായി EDയും CFIOയും ഇൻകം ടാക്സും ഒക്കെ രംഗത്ത് വരുന്നത്. അങ്ങനെ റീറ്റെയിനർഷിപ്പ് കരാറുകൾ വഴി പ്രൊഫഷണലുകൾ വാങ്ങുന്ന പ്രതിഫലം കള്ളപ്പണമായി ചിത്രീകരിച്ചു തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കും? ഈ വ്യാഖ്യാനം ഏതെങ്കിലും നിയമ സംവിധാനം അംഗീകരിക്കുന്നതാണോ? അതുകൊണ്ട് തന്നെ ഇതൊരു പൊട്ട കേസാണ്. മാധ്യമങ്ങളുടെ കോലാഹലങ്ങൾ കഴിഞ്ഞ് കോടതിയിലെത്തുമ്പോൾ സോപ്പ് കുമളയേക്കാൾ വേഗത്തിൽ പൊട്ടിപ്പോകുന്ന ഒരു കേസ്. പക്ഷെ ഇത്തരം നാടകങ്ങളിലൂടെ തങ്ങൾ ആരുടെ ദാസ്യപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും രാജ്യത്തിന് മുന്നിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്.